الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലേക്ക് അയച്ചു. ഈ ദുനിയാവില് നമ്മളെല്ലാവരും തിരിച്ചു പോകേണ്ടവരാണ്. ദുനിയാവിൽ ഒരിക്കലും ശാശ്വതമായി ഒരു മനുഷ്യനും ജീവിക്കാനും കഴിയുന്നതല്ല, ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നതായ കാലയളവുണ്ട്. ആ കാലയളവ് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് വിട്ടുകൊണ്ട് നമ്മൾ പോകേണ്ടവരാണ്. അടുത്തതായി മഹ്ശറിലേക്ക്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക്, ആഖിറത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വിട്ടുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന സമയം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി നമ്മുടെ പാപങ്ങളെ കൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ട്, എന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ പാപത്തിന്റെ കൂമ്പാരവുമായിട്ടല്ല നമ്മൾ കടന്നു പോകേണ്ടത്. മറിച്ച് ഈ ദുനിയാവിലേക്ക് നമ്മൾ പരിശുദ്ധതയോടെ കടന്നു വരുന്നത് പോലെ അള്ളാഹുവിലേക്ക് തിരിച്ചും അതേപോലെ പരിശുദ്ധതയോടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണമെന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഈന്റെയും മിഅ്റാജിന്റെയും രാത്രിയില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നുപോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മിഅ്റാജിന്റെ രാത്രിയിലൂടെ അതാ സ്വർഗവും നരകവും എല്ലാം കണ്ടിട്ട് കടന്നു പോകുമ്പോ, നരകത്തിൻ്റെതായ ഭാഗത്തിൽ കൂടി അള്ളാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്ന സമയത്ത്, എന്റെ പ്രിയപ്പെട്ടവര്, നരകത്തിൻ്റെതായ ഓരോ ഭയാനകരമാകുന്ന സംഭവങ്ങള് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ട് കാണുകയാ. അത്ഭുതപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കടന്നു വന്നിട്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്ന, സഹാബാ, നരകത്തെ നിങ്ങൾ ഭയപ്പെടണം സഹാബാ. നരകത്തിന്റെ ശിക്ഷ വളരെ ഭയാനകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈമാനുള്ളവർ വിശ്വസിക്കുമല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വിശ്വസിക്കുമല്ലോ. ഹബീബായ തങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് നരകത്തിന്റെ അവസ്ഥകള്. എങ്ങനെയാ തള്ളിക്കളയാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്ന, സഹാബത്തെ, നരകത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. നരകത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. ആദ്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ആഗ്രഹത്തെ നിങ്ങൾ അടുക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾക്ക് അടക്കി നിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു സഹാബാ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ ഭയപ്പെടാത്തവരാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വിവരിച്ചു തന്നതാണല്ലോ. അതുകൊണ്ട് സഹാബത്ത് മുഴുവനും പൊട്ടിക്കരയുമായിരുന്നു, നബിയേ, എനിക്ക് നരകത്തിൽ കടക്കണ്ട നബിയേ. അല്ലാഹുവേ, യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്ന, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ,
ഞാൻ വ്യഭിചരിച്ചു നബിയേ, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അതാ ചെറുപ്പക്കാരനോട് പറയുകയാണ്, യാഫിയെ നീ പോയി തൗബ ചെയ്യടാ പൊന്നുമോര്. അള്ളാന്റെ മുന്നിലേക്ക് പോയി എന്ന് തൗബ ചെയ്യ്. നീ എന്ത് വിഡ്ഢിത്തരമായി പറയുന്നതെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ പറയുന്നതല്ല നബിയേ, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്ന, യാഫിയേ പോയി തൗബ ചെയ്യടാ യാഫി, പോയി തൗബ ചെയ്യടാ ചെറുപ്പക്കാരാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്ന, നബിയേ തൗബ ചെയ്ത തീരുന്ന പാപമാടോ അള്ളാന്റെ റസൂലേ. നാളെ ആഖിറത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ, നാളെ ആഖിറത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ ഒരു രീതിയിലും അള്ളാഹു എന്നെ ശിക്ഷിക്കാൻ പാടില്ല. എനിക്ക് നരകം പേടിയാണ് നബിയേ, എനിക്ക് നരകം പേടിയാ. എന്റെ ശരീരം നരകത്തിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അവിടുന്ന് യാഫിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, യാഫി പോയി തൗബ ചെയ്യ് യാഫി, പോയി തൗബ ചെയ്യടാ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരൻ പറയുന്നില്ല നബിയേ, ഇല്ല, എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് വാശി പിടിക്കുമ്പോ ആഖിറത്തിലെ നരകത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല, ആ നരകത്തിലേക്ക് എന്റെ ശരീരം കടത്താൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയുന്നെങ്കിൽ സഹാബത്തിനോട് പറയാ അവനെ എറിഞ്ഞു കൊല്ലാൻ. അല്ലാഹുവേ, യാഫീനെ എല്ലാവരും അറിയാൻ തുടങ്ങുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. അവിടുന്ന് യാഫിയതായി ഇറങ്ങി ഓടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കടന്നു വന്നു. അള്ളാന്റെ റസൂലിനോട് പറയുന്ന, നബിയേ എറിയുന്ന സമയത്ത് എനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഞാൻ ഇറങ്ങി ഓടിയതാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഓടാതിരിക്കാൻ ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ എന്നെ നിർത്തിയിട്ട് എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ നരകത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാ, അള്ളാന്റെ നരകത്തെ ഭയപ്പെട്ടത് കൊണ്ടാ. അള്ളാഹുവിന്റെ നരകത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല, അത്രയും ഭയാനകരമാണല്ലോ എന്ന് ചിന്തിച്ചതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹുവേ, നമുക്കിന്ന് ഭയമില്ല, നമുക്കിന്ന് ഭയമില്ലല്ലോ. നരകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന കാലമാ. അല്ലാഹുവേ, നമ്മുടെ ഖൗമിൽപ്പെട്ടവര് തന്നെ ഇസ്ലാമാണെന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ തന്നെ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തെ കളിയാക്കുന്ന കാലമാണല്ലോ, അല്ലാഹുവിന്റെ നരകത്തെ കളിയാക്കുന്ന കാലമാണല്ലോ, അല്ലാഹുവിന്റെ ഇഖാബിനെ കളിയാക്കുന്ന കാലമാണല്ലോ, അല്ലാഹുവിന്റെ ശിക്ഷകളെ കളിയാക്കുന്ന കാലമാണല്ലോ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ മുഴുവനും കളിയാക്കിക്കൊണ്ട് നടക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ടെന്നറിയോ? പണ്ടൊരു കാലമുണ്ടായിരുന്നു പെങ്ങളെ, പണ്ടൊരു കാലമുണ്ടായിരുന്നു, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട കാലമുണ്ടായിരുന്നു പെങ്ങള്. അന്നത്തെ കാലഘട്ടത്തിലും ഇതേപോലെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയില്ലേ, അല്ലാഹുവിനെ കളിയാക്കിയില്ലേ, അല്ലാഹുവിന്റെ സ്വർഗവും നരകവും നിങ്ങൾ കളിയാക്കിയില്ലേ? ആ കാലഘട്ടം കഴിഞ്ഞു പോയായിരുന്നു. വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാ.
പറയുകയാണ്, അല്ലാഹുവിന്റെ അദാബിനെ കളിയാക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടം അതാ കടന്നു വന്നു, വീണ്ടും കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, കളിയാക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു, കുറ്റം പറയുന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അത് വീണ്ടും അതാ ഈ കാലഘട്ടം തിരിച്ചു വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ കളിയാക്കുന്ന കാലഘട്ടമാ. ഭയപ്പെട്ടോ, ആ കാലഘട്ടത്തിൽ അല്ലാഹുവേ ഒരുപാട് പരീക്ഷണങ്ങൾ അവർ നേരിട്ട് പോയെങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞാലും തീരില്ലല്ലോ. ഇന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ അല്ലാഹു ഊരിക്കളഞ്ഞിരിക്കുകയാ. എന്ത് തോന്നിവാസത്തിൽ കൂടി നടക്കാനും യാതൊരു പേടിയില്ല, എന്ത് അഹങ്കാരത്തിൽ നടക്കാനും നമുക്ക് പേടിയില്ല. അല്ലാഹുവേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ പോലും ഊരിക്കളഞ്ഞിരിക്കുകയാ. ഇന്ന് പെൺകുട്ടികൾക്ക് ലജ്ജയില്ല, ആൺകുട്ടികൾക്ക് ലജ്ജയില്ല. നടുറോഡിൽ വെച്ചുകൊണ്ട് ചുംബനം നടത്തുകയാണ്, നടുറോഡിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം നടത്തുകയാണ്, നടുറോഡിൽ വെച്ചുകൊണ്ട് തോളിൽ കയ്യിലിട്ടുകൊണ്ട് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ലജ്ജയുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തില് അതാ വിവരമില്ലാത്ത ജനങ്ങളുണ്ടായിരുന്നു. അവരുടെ സ്വഭാവമാ, അവര് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സമുദായം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അതുകൊണ്ട് നരകത്തെ ഭയന്നോ, അല്ലാഹുവിന്റെ ഇഖാബിനെ നിങ്ങൾ ഭയന്നോ. അന്നുബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹറമല്ലാഹു അലൈഹിൻ നാർ. അല്ലാഹുവേ, നിങ്ങൾ നരകത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, നരകത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ, നരകത്തിലേക്ക് എന്റെ ശരീരം കടക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തരുന്നു, മൻ ശഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ഉറച്ചതാകുന്ന വിശ്വാസമുണ്ടല്ലോ, അത് നിന്റെ ഹൃദയത്തിന്റെ കത്തരങ്ങളിൽ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് മുഹമ്മദ് നബിയാണെന്നുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു ഹറാമാക്കിയിരിക്കുന്ന പെണ്ണ്, ഹറമല്ലാഹു അലൈഹിൻ നാർ, നരകത്തിന് നിന്നെ ഹറാമാക്കിയിരിക്കുകയാണ്, നരകത്തിന് നിന്നെ ഹറാമാക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെയും എന്റെയും ഇടയിലുള്ളതായ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഒട്ടകത്തിന്റെ കട്ടില് മാത്രമാ. അത്രയും അടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിക്കുകയാണ്, യാ മുആദ് ഇബ്നു ജബൽ, യാ മുആദ് ഇബ്നു ജബൽ. അല്ലാഹുവിന്റെ റസൂൽ അതാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. വഖൽതു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നബിയേ, ആ വിളിക്ക് ഞാൻ ഉത്തരം തരുന്നു നബിയേ. ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈ ثم സാറ സഅദ ثم قال. അല്ലാഹുവിന്റെ റസൂൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു, യാ മുആദ് ഇബ്നു ജബൽ, ഓ മുആദ് ഇബ്നു ജബൽ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈ. നബിയേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നബിയേ. പിന്നെയും കുറെ സമയം കഴിഞ്ഞു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ മുആദ് ഇബ്നു ജബൽ, ഓ മുആദ്,
വീണ്ടും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ് ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദി. ഓ നബിയേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഓ മുആദ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകളുടെ മേൽ അല്ലാഹുവിന്റെ ബാധ്യത എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് തന്റെ അടിമകളുടേതായ ബാധ്യത എന്താണെന്നറിയോ മുആദ്? അല്ലാഹുവേ, മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഏറ്റവും അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അയഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അടിമകൾക്കുള്ള അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണെന്നറിയോ? അയഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനെ ആരാധിക്കലാണ്, അല്ലാഹു പറഞ്ഞതനുസരിക്കലാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കലാണ്. വലാ യുശ്രികൂ ബിഹി ശൈആ. ഒരു വസ്തുവിനോടും അല്ലാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കല്ലേ. ഒരു വസ്തുവിനോടും അല്ലാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കല്ലേ. അല്ലാഹുവിനോട് നിങ്ങൾ ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കല്ലേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്നതാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും അവിടുന്നതാ അനുവാദം ചോദിക്കുകയാണ്. നബിയേ, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഹൽ തദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഓ മുആദ്, അല്ലാഹു തആല പറഞ്ഞനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. ഒരു വസ്തുവിനോട് പോലും അല്ലാഹുവിനെ പങ്കു ചേർക്കാതെ ജീവിക്കുന്നവരുണ്ടല്ലോ. അവരോട് അല്ലാഹുവിനുള്ള ബാധ്യത എന്താണെന്നറിയോ? അല്ലാഹുവിന് അവരോടുള്ള ബാധ്യത എന്താണെന്നറിയോ? അല്ലാ യുഅദ്ദിബഹും യാ മുആദ്. അവരെ അദാബ് ചെയ്യാതിരിക്കലാണ്, അവരെ ശിക്ഷിക്കാതിരിക്കലാണ്, അവർക്ക് സ്വർഗം കൊടുക്കലാണ് എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നരകം ഹറാമാക്കിയവർ, അല്ലാഹു നരകം ഹറാമാക്കിയവർ ആരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നരകം ഹറാമാക്കിയവർ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അല്ലാഹുവിനെ മറ്റുള്ളതിനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവർ. സിഹ്ർ ചെയ്യുന്നവരെ, അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുന്നവരെ, മറ്റുള്ള ദൈവങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി പൂജ നടത്തുകയും അവർക്ക് കൊണ്ടുപോയി കാഴ്ച വെച്ചു കൊടുക്കുകയും നേർച്ച നടത്തുകയും ചെയ്യുന്നവരെ അല്ലാഹു തആല നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അല്ലാഹു പറഞ്ഞനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുകയും ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ശരീരത്തെ നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന്റെ ഖിലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ ഖിലുകാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.